അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ലേണിംഗ് ഏജൻ്റ് ആണ്. ഒരു ലേണിംഗ് ഏജൻറ്റിനെ നമുക്ക് 4 കോമ്പണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തേത് ലേണിംഗ് എലമെൻറ്റ്, പെർഫോമൻസ് എലമെൻറ്റ്, ക്രിട്ടിക് ആൻഡ് പ്രോബ്ലം ജനറേറ്റർ. നമുക്ക് ഈ ഒരു ഡയഗ്രം നോക്കിയിട്ട് നമുക്കവരെ എന്തൊക്കെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആദ്യത്തേത് ലേണിംഗ് എലമെൻറ്റ്. ലേണിംഗ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേൺ ചെയ്യാനായിട്ടുള്ള സംഭവം. അതായത് നമ്മളുടെ പ്രീവിയസ് പെർഫോമൻസിനെ അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് ലേണിംഗ് എലമെൻറ്റ്. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ടെസ്റ്റിൽ നമുക്ക് മാർക്ക് കുറഞ്ഞു, എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്, ഓക്കെ, എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഇരുന്ന് നോക്കും അല്ലേ, എവിടെയൊക്കെയാണ് മാർക്ക് പോയെന്നുള്ളത് നമ്മൾ ഇരുത്തി നോക്കും. അതാണ് ലേണിംഗ് എലമെൻ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പെർഫോമൻസ് എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സെൻസേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പേഴ്സെപ്റ്റ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്താണ് അടുത്ത ആക്ഷൻ എടുക്കണം, നമ്മളുടെ പെർഫോമൻസ്, നമ്മളുടെ ഇൻപുട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അടുത്ത ആക്ഷൻ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് പെർഫോമൻസ് എലമെൻ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ഒരു സംഭവം കൊണ്ട് ക്രിട്ടിക് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ മൂവി ക്രിട്ടിക് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെയാണ്. അതായത് ഒരു സ്റ്റാൻഡേർഡ്, ഒരു സെറ്റ് ഓഫ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് നമുക്കുണ്ട്. അതിനനുസരിച്ച് ഇപ്പോഴത്തെ ആക്ഷൻസിനെ ഒന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് ഈ ക്രിട്ടിക് എന്ത് ചെയ്യും? ക്രിട്ടിക് ഇപ്പോൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ലേണിംഗ് എലമെൻറ്റിനോട് പറയും അല്ലേ. അപ്പം ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലേണിംഗ് എലമെൻറ്റിനോട് പറയും. ഈ ലേണിംഗ് എലമെൻറ്റ് എന്താണ് ചെയ്യുന്നത്? ഈ ഒരു ഫീഡ്ബാക്കിനൊക്കെ ഒന്ന് അനലൈസ് ചെയ്യും. ഓക്കെ, ഇവിടെയൊക്കെയാണ് എനിക്ക് തെറ്റ് പറ്റിയത്, അതിനനുസരിച്ച് ഗോൾസ് ക്രിയേറ്റ് ചെയ്യും. പ്രോബ്ലം ജനറേറ്ററിനാണ് എടുത്ത് കൊടുക്കുന്നത്. പ്രോബ്ലം ജനറേറ്റർ സജസ്റ്റീവ് ആക്ഷൻസ് കൊടുക്കും ബെറ്റർ എക്സ്പീരിയൻസിനായിട്ട്. അപ്പം ഇതിന് മൊത്തത്തിലുള്ള ഒരു ലേണിംഗ് ഏജൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 കോമ്പണൻസ് ഉണ്ടെന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞ് സെൻസേഴ്സ് യൂസ് ചെയ്ത് എൻവയറമെൻറ്റിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് എടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മളുടെ ക്രിട്ടിക്കിനോട് ചോദിക്കുകയാണ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സും നമ്മളുടെ പ്രീവിയസ് പെർഫോമൻസ് ഒക്കെ വെച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ. അപ്പം ക്രിട്ടിക് എന്താണ് ചെയ്യുന്നത്? അതെല്ലാം മനസ്സിലാക്കി ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ലേണിംഗ് എലമെൻറ്റിന് കൊടുക്കുന്നു. ഈ ലേണിംഗ് എലമെൻറ്റിൽ നിന്ന് കുറച്ച് ലേണിംഗ് ഗോൾസ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി പ്രോബ്ലം ജനറേറ്ററിന് കൊടുക്കുന്നു. അപ്പം പ്രോബ്ലം ജനറേറ്റർ കുറച്ച് ബേസ് പറയണം. ഓക്കെ, ഇതിങ്ങനെ പോയിന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ അവിടെ സോൾവ് ആവും. അപ്പം അങ്ങനത്തെ ചേഞ്ചസും ഒക്കെ നമ്മുടെ ലേണിംഗ് എലമെൻറ്റ് പ്രോബ്ലം ജനറേറ്ററും പെർഫോമൻസ് എലമെൻറ്റിനോട് പറയാം. അപ്പോൾ പെർഫോമൻസ് എലമെൻറ്റിന് കുറേ ഇൻപുട്ട് ഉണ്ട്. സെൻസേഴ്സ്, ചുറ്റുമുള്ളത് എന്താണ് നടക്കുന്നത്, ഫീഡ്ബാക്ക്, എന്തൊക്കെയാണ് പുതിയ വേസ് മാറ്റേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ പെർഫോമൻസ് എലമെൻറ്റിന് കിട്ടി. അത് ആക്ച്വേറ്റേഴ്സിന് കൊടുത്ത് അതവിടെ എൻവയറമെൻറ്റിൽ പെർഫോം ചെയ്യുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏജൻറ്റിൻ്റെ ട്രാൻസിഷനാണ്. അതായത് ഒരു ഏജൻറ്റിൻ്റെ കോമ്പണൻസിൻ്റെ ഒരു ഏജൻറ്റ് പ്രോഗ്രാമിൻ്റെ കോമ്പണൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. 3 വേസ് ആയിട്ട് നമുക്കിവരെ റെപ്രസെൻറ്റ് ചെയ്യാം. ആദ്യത്തേത് അറ്റോമിക്, രണ്ടാമത്തേത് ഫാക്ചേർഡ് ആൻഡ് മൂന്നാമത്തേത് സ്ട്രക്ചേർഡ്. അറ്റോമിക് എന്ന് പറയുമ്പോഴത്തേനും അതൊരു ബ്ലാക്ക് ബോക്സ് പോലെയാണ്. ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറും ഇല്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, എനിക്ക് ഒരു സിറ്റി വേണ്ട, ഒരു കൺട്രി, ഇന്ത്യ ടു UAE പോകണമെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഇടയിൽ കുറേ കുട്ടി സിറ്റീസ് വരുന്നുണ്ട് അല്ലേ, സിറ്റി A, സിറ്റി B, സിറ്റി C. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, ഇതിൻ്റെ ഉള്ളിലെ കണ്ടീഷൻസ് എന്താണ്, ഇപ്പം ഇവിടെ എങ്ങനെ മഴയുണ്ടോ, ഇവിടെ എങ്ങനെ ട്രാഫിക് ഉണ്ടോ എന്നീ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവാനായിട്ട് പറ്റുമോ? ഇല്ല. ഇതൊരു ഓവറോൾ റെപ്രസെൻറ്റേഷനാണ്, അല്ലെങ്കിൽ ഒരു വളരെ മിനിമൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ്. ഇങ്ങനത്തെ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അറ്റോമിക് റെപ്രസെൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഈച്ച് സ്റ്റേറ്റ് ഓഫ് ദ വേൾഡ് ഇസ് ഇൻഡിവിസിബിൾ. അപ്പം ഈച്ച് സ്റ്റേറ്റ് ഓഫ് ദ വേൾഡ് ഇസ് ഇൻഡിവിസിബിൾ. അതിനൊരു ഇൻറ്റേർണൽ സ്ട്രക്ചറും ഇല്ല. അറ്റോമിക് റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് ഹിഡൻ മാർക്കോവ് മോഡൽസ് അല്ലെങ്കിൽ മാർക്കോവ് ഡിസിഷൻ പ്രോസസ്സ് ഒക്കെ നമുക്ക് അറ്റോമിക് റെപ്രസെൻറ്റേഷന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഫാക്ചേർഡ് അല്ലെങ്കിൽ ഫാക്ടേർഡ് എങ്ങനെ വേണോ പറയാം. അവിടെ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനെയും നമ്മൾ ഫിക്സ്ഡ് സെറ്റ് ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഓരോന്നിനും വാല്യൂ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മിനിമലായിട്ടല്ല കൊടുക്കുന്നത്, ഒരുപാട് എക്സ്പ്ലെയിൻഡ് ആയിട്ടും അല്ല. എന്നാൽ ഇതിന് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ചിലപ്പം ഒരു ബൂളിയൻ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും, റിയൽ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് സെറ്റ് ഓഫ് സിമ്പിൾസ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഫാക്ചേർഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ചില GPS ലൊക്കേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ചില അൺസർട്ടനിറ്റീസ് ആയിരിക്കും. സോ യൂഷ്വലി ഫാക്ചേർഡ് അൺസർട്ടനിറ്റീസിനെ
റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ബെറ്റർ ആണ്, ഇറ്റ്സ് വെരി ഗുഡ്. അപ്പം ഈ ഒരു ഫാക്ച്വൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് എന്താണ് പ്രൊപ്പോസിഷണൽ ലോജിക്, പ്ലാനിങ്, ബേഷ്യൻസ് നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സ്ട്രക്ചർഡ് റെപ്രസെൻറ്റേഷൻ. സ്ട്രക്ചർഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഫ്രം ദി നെയിം ഇറ്റ് സെൽഫ് ഇറ്റ്സ് സ്ട്രക്ചർഡ്. അതൊരു റിലേഷണൽ ഡേറ്റാബേസ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഓർഡർ ലോജിക് ഒക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഓർഡർ പ്രോബബിലിറ്റി മോഡൽസ് ഒക്കെ വെച്ച് ചെയ്യുന്നതാണ്. അത്രയും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാണെന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് കുറേ കുട്ടി കുട്ടി ഒബ്ജക്ട്സ് ഉണ്ടല്ലേ. ഈ കുട്ടി കുട്ടി ഒബ്ജക്ട്സിൻ്റെ റിലേഷൻഷിപ്സ് നിങ്ങൾക്ക് വൃത്തിക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അറ്റോമിക് ഇതോടെ കമ്പയർ ചെയ്തേ കുറച്ചുകൂടി ഇലാബറേറ്റഡ് ആണ് അല്ലേ. അതാണ് സ്ട്രക്ചർഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോ സ്റ്റേറ്റിൻ്റെയും അതിൻ്റെ ആട്രിബ്യൂട്ട്സ് തമ്മിലുള്ള റിലേഷൻസ് ടു അതർ ഒബ്ജക്ട്സ് കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതാണ് സ്ട്രക്ചർഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ നോക്കിയത് 3 types ഓഫ് ഏജൻറ്റ് ട്രാൻസിഷൻസ് ആയിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് ദി ലാസ്റ്റ് ടോപ്പിക് ഓഫ് മൊഡ്യൂൾ 1.